ആരെങ്കിലും നെഗറ്റീവ് കമൻറ്റ് ഇട്ട് ഒരാളെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഒരു സർട്ടൻ കമൻറ്റ് ഇടുന്ന വ്യക്തിയുടെ ഇൻസെക്യൂരിറ്റി ആണെന്നേ പറയുള്ളൂ. നെഗറ്റിവിറ്റീസിന് ഞാൻ സീറോ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. പേഴ്സണൽ ലൈഫിൽ തന്നെ ആരെങ്കിലും നെഗറ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവരെ അവോയ്ഡ് ചെയ്യും. പിന്നെ ഞാൻ ഡെഡ് എയർ ട്രീറ്റ്മെന്റ് ആയിരിക്കും. അവർ എനിക്ക് അപ്പം തീർന്നു, പിന്നെ എനിക്ക് ഫ്യൂച്ചറിൽ അവരില്ല. ഒരു പെണ്ണിനെ ബസ്സിൽ വെച്ച് പബ്ലിക്കലി മൊളസ്റ്റ് ചെയ്ത ഒരാളെയാണ് മാലയിട്ട് ഇറക്കിയത് ബുള്ളീസ് എന്ന് പറയുന്ന ടീം. പ്രതികരിക്കാത്ത ആൾക്കാരെല്ലാം പോയി ബുള്ളി ചെയ്യത്തുള്ളൂ. അതെന്തുകൊണ്ടാണ് ഇങ്ങോട്ടൊന്നും റെസ്പോൺസ് ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ അത് അനുഭവിച്ചങ്ങനെ ഇരിക്കുമെന്ന് ഉള്ള ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് അവർ ബുള്ളി ചെയ്യുന്നത്. കല്യാണമൊക്കെ കഴിക്കുമ്പോൾ 30 കഴിഞ്ഞിട്ട് എത്തുക. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കുറേ വ്യൂ പോയിന്റ്സ് ഒക്കെ ശരിയാവുന്നതും തോട്ട് പ്രോസസ്സൊക്കെ ശരിയാവുന്നതും 30 വയസ്സ് കഴിയുമ്പോഴാണ്. മറ്റൊരാളെയും നമ്മുടെ ലൈഫിൽ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് കൊടുക്കരുത്. നമ്മുടെ ആഗ്രഹവും നമ്മുടെ ജീവിതശൈലിയും ജീവിതത്തിൽ വരുന്ന സർക്കംസ്റ്റൻസസ് ഒക്കെ കൊണ്ട് ലൈഫുകൾ അപ്സൈഡ് ഡൗൺ മാറുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത് കരിയറും ഫ്യൂച്ചറും നല്ലതായിരിക്കണമെന്ന് പ്രാർത്ഥിച്ച് വളരുക. നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണല്ലോ നിവി. അപ്പം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഒരു അറ്റാക്ക് ഉണ്ട്. അതായത് ഭയങ്കര മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്, പോസ്റ്റിനടിയിലൊക്കെ ആണെങ്കിലും ഭയങ്കര മോശം. അപ്പം ഇത് ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? നോ, സീറോ. സീറോ. കാരണം സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും നെഗറ്റീവ് കമൻറ്റ് ഇട്ട് ഒരാളെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഒരു സർട്ടൻ കമൻറ്റ് ഇടുന്ന വ്യക്തിയുടെ ഇൻസെക്യൂരിറ്റി ആണെന്നേ പറയുള്ളൂ. കാരണം ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഇങ്ങനെ ഇത് കുറേ നാൾ മുമ്പ് വരെയൊക്കെ എനിക്ക് നെഗറ്റീവ് കോമൻറ്റ്സ് വരാറുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഞാൻ ഒരിക്കലും മൈൻഡ് ചെയ്യാറില്ല, ഇപ്പോൾ വരാറില്ല നെഗറ്റീവ് കോമൻറ്റ്സ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കാറില്ല. അവർക്ക് അതുകൊണ്ടൊരു എന്താ പറയുക, ഒരു കമൻറ്റിന് കണ്ടിട്ടുണ്ടായിരുന്നു, നീ റിപ്ലൈ ചെയ്യടി എന്നൊക്കെ പറയുന്നുണ്ട്. ലൈക്ക് പോടോ എന്നുള്ള ലെവലാണ്. എനിക്ക് വേറെ പണിയുണ്ടെന്നുള്ള ലെവല്. കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീക്കിലും ഞാൻ കൊച്ചി ടു ബാംഗ്ലൂർ ട്രാവൽ ചെയ്യുന്ന ആളാണ്. അത് കണ്ടു തന്നെ ചിലവർ ചോദിച്ചാൽ നിങ്ങൾക്ക് വല്ല ഗോൾഡ് കടത്തുണ്ടോ? ഐ മീൻ ബാംഗ്ലൂർ ടു കൊച്ചി എന്ത് ഗോൾഡ് കടത്താനാണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ അതൊക്കെ എനിക്ക് കാണിക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. ഞാൻ കൊമൻസിൻ്റെ ഇത് മാത്രം ഫിൽട്ടർ ചെയ്തിട്ട് നോക്കി ചിലതൊക്കെ നോക്കി ചിരിക്കും ഞാൻ. കാരണം അങ്ങനത്തെ കൊമൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ അത് ഒരിക്കലും എന്നെ ബോധർ ചെയ്യാറില്ല. കാരണം ദാറ്റ് സോഷ്യൽ മീഡിയ എല്ലാവരും മനസ്സിലാക്കേണ്ട സംഭവമാണ്. സോഷ്യൽ മീഡിയ വേറെ, റിയൽ ലൈഫ് വേറെയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എനിക്ക് എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ വളരെ ടോക്സിക്കോ അങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ഉണ്ട്. പക്ഷെ ഞാൻ അതിലും ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ്. നെഗറ്റിവിറ്റീസിന് ഞാൻ സീറോ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. എൻ്റെ പാരൻസും ഇപ്പോൾ എൻ്റെ പാരൻസിന് തന്നെ ചിലവർ അയച്ചു കൊടുക്കാറുണ്ട് ചില ഇതൊക്കെ, ഇത് കണ്ടോ നിവിനെക്കുറിച്ച് ഇങ്ങനത്തെ കോമൻസ് ഒക്കെ വരുന്നുണ്ട്. പാരൻസ് ഒരിക്കലും റെസ്പോണ്ട് ചെയ്യണ കണ്ടിട്ടില്ല. അതിനാണ് പറയുന്ന കോമൺ സെൻസ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന കോമൻസ് എന്ന് പറഞ്ഞാൽ ആരെ സ്ട്രേഞ്ചേഴ്സാണ്. ഇപ്പോൾ നമ്മൾ ഈ റോട്ടിൽ കൂടെ പോകുമ്പോഴത്തേക്കും ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ തെരുവ് നായകൾക്കെതിരെ ആൾക്കാർ കാണിക്കുന്ന അക്രമം നമ്മൾ ഒരുപാട് കാണാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില തെരുവ് നായകളെ കല്ലെറിഞ്ഞ ട്രോമ ആ തെരുവ് നായകൾക്കുണ്ട്. അപ്പോൾ ഒരാളിങ്ങനെ കുനിയുമ്പോൾ കല്ലെറിയാനാണെന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ തെരുവ് നായകൾ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നെഗറ്റീവ് കമൻസിന് റെസ്പോണ്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ടാകും. ഞാൻ സൈലന്റ് തരുവന്നായ ലെവലിലാണ് ഞാൻ പോകുന്നത്. എന്നെ ആരും കല്ലെറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എന്നെ ഏറ്റിട്ടില്ല, അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് നെഗറ്റീവ് കമൻസും നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ പേഴ്സണൽ ലൈഫിൽ തന്നെ ആരെങ്കിലും നെഗറ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവരെ അവോയ്ഡ് ചെയ്യും. പിന്നെ ഞാൻ ഡെഡ് എയർ ട്രീറ്റ്മെന്റ് ആയിരിക്കും. അവർ എനിക്ക് അപ്പം തീർന്നു, പിന്നെ എനിക്ക് ഫ്യൂച്ചറിൽ അവരില്ല. അങ്ങനെ ഞാൻ മൂവ് ഓൺ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത്ര സ്ട്രോങ് ആയിട്ടിരിക്കാൻ? ചെറുപ്പം മുതലൊരു യാത്രയിൽ ഇങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരുന്നോ? അതോ അല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ഡെലിക്കേറ്റ് ആയിരുന്നു. ഭയങ്കര ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലർ പറയത്തില്ലേ തൊട്ടാവാടി എന്നൊക്കെ പറയത്തില്ല, ആ ലെവലിലായിരുന്നു. പിന്നെ എന്താ പറയുക, ലൈഫിലെ ഓരോ ജേണിയാണ് എന്നെ ഇവിടെ എത്തിച്ചേക്കുന്നത്. ആൻഡ് ഐ എം സ്റ്റിൽ പ്രൗഡ് ഓഫ് ഇറ്റ്. കാരണം എൻ്റെ ലൈഫിൽ നെഗറ്റിവിറ്റി തന്ന ആൾക്കാരോട് എനിക്ക് നന്ദിയേ പറയാനുള്ളൂ. കാരണം ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത്രയും ഹാപ്പിനെസ്സോടും പ്രൗഡിയോടും കൂടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് എവറിത്തിങ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ്. അപ്പോൾ ആ ഒരു ഇൻസിഡൻസും ആൾക്കാരൊക്കെ തന്നെയാണ് എന്നെ ഇത്രയും ബോൾഡാക്കി മാറ്റിയത്. അപ്പോൾ എന്നും പറഞ്ഞ് ഭാവിയിൽ അത്രയും ആൾക്കാർ വേണം എന്നല്ല, ആവശ്യത്തിന് പഠിച്ചു, ആവശ്യത്തിന് ഇതാക്കി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ കുറേ വർഷം മുമ്പ് എൻ്റെ ട്രാൻസിഷൻ്റെ ടൈമിൽ തന്നെ
ഞാൻ ഇൻ്റർവ്യൂസിൽ ഒരുപാട് അബദ്ധങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ട്രാൻസിഷൻ്റെ ഫേസാണ്. ഇപ്പോൾ ഒരു വ്യക്തി, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തി ഒരു ബൈറ്റ്സിലൊക്കെ കൊടുക്കുന്ന മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്ന കേട്ടതിനായിട്ടല്ലേ ഞാൻ വിചാരിക്കും, ഈ കൊച്ചെന്തിനാ ഇത്. ഞാൻ പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് എന്തിനാ ഇത്. പിന്നെ എനിക്ക് മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ ബിഗ് ബോസ് പുതിയത് ഇറങ്ങിയിട്ടുണ്ട്, അതിലൊക്കെ തന്നെ ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജിയാണ്. ചിലവർ നന്മമരങ്ങളാകുന്നു, ചിലവർ എക്സ്ട്രീം വന്ന ദിവസം പോലെ തന്നെ ടോക്സിക് ആവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു വേറൊരു സ്ത്രീ, അവരും ഭയങ്കര നെഗറ്റിവിറ്റിയിലൂടെ പോപ്പുലറായ വ്യക്തികൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് അവരുടെ സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പുള്ളിക്കാരത്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു കുട്ടി പുതിയതായിട്ട് ഒരു സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പുതിയതായിട്ട് നീ പഠിക്കുമ്പോൾ ആ ഒരു വിഭ്രാന്തി ഇല്ലേ, അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഫെയിമും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ദാറ്റ് ടു ഈസ് എ ഫേസ്, അതും കടന്നു പോകുമായിരിക്കും. നമ്മുടെ സൊസൈറ്റി ട്രാൻസ്ജെൻഡേഴ്സിനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുക എന്ന് പറയുന്നത് ഇപ്പോഴും അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഡൗട്ടാണെന്ന് പറയും. കാരണം ആളുകൾക്ക് ഇപ്പോഴും അത്ര ഈസി അല്ല അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു ട്രാൻസ് വുമൺ ആയി ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ട് വന്നിട്ടുണ്ടോ? എനിക്കില്ല. ഫ്രണ്ട്സ് ആരെങ്കിലും? അതാണ്. സോ കേരളത്തിൽ ഇപ്പോഴും എത്രത്തോളം വളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴും ഞാനൊരു വളരെ സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ റാപ്പിഡോ എന്ന് പറയുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്പുണ്ട്. അപ്പോൾ ബാംഗ്ലൂരിലൊക്കെ ബൈക്ക് സർവീസ് ഉണ്ട്. ബൈക്കിൽ വന്ന് നമ്മളെ പിക്ക് ചെയ്തുകൊണ്ട് പോകും. എന്തുകൊണ്ട് കേരളത്തിലില്ല? കാരണം ഇന്നും ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ ഒപ്പം ബൈക്കിൽ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ആളോ അല്ലെങ്കിൽ റോട്ടിൽ കണ്ടുപോകുന്ന ആളോ അപ്പം തന്നെ 100 കഥകൾ ഇറങ്ങുമോ. അതുകൊണ്ടാണ് അവർ ആ ബൈക്ക് സർവീസ് ഇവിടെ ഇറക്കാത്തത്. ഐ തിങ്ക് ദാറ്റ് എക്സ്പ്ലെയിൻസ് എവറിത്തിങ് അല്ലേ. എത്രയൊക്കെ വിവരമുള്ളവർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും, കേരളത്തിൽ എത്രത്തോളം ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, കാലങ്ങളായിട്ട് തലയിൽ ഇൻവെസ്റ്റ് ചെയ്ത് തരുന്ന കുറേ മണ്ടത്തരങ്ങളും ഒക്കെ എല്ലാവരുടെയും ലൈഫിലുണ്ട്. ഇപ്പോൾ ഇവിടെ എൻ്റെ ലൈഫിലും ഉണ്ട്. ഞാനിപ്പോഴും എന്താ പറയുക, ഒരിക്കലും ആരും പെർഫെക്റ്റ് അല്ല. അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. ആരും പെർഫെക്റ്റ് അല്ല. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോഴും എന്താ പറയുക, ഇപ്പം ഞാൻ കേരളത്തിൽ വരുമ്പോഴാണ് എനിക്കും എൻ്റെ ചിന്താഗതി ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പോകുന്നത്. പിന്നെ ചിലരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ കാണുമ്പോൾ ഞാൻ ഇത് എന്താണിത് ഇങ്ങനെ, അവർക്കൊന്ന് കണ്ണാടി നോക്കിക്കൂടേത്. പിന്നെ ഞാൻ വിചാരിക്കും, ഞാനെന്തിനാ വേറൊരാളെ ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നത്, ഞാൻ എന്നെ ജഡ്ജ് ചെയ്താൽ പോരെ. അതാണ് എല്ലാവരും സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് സ്വന്തം കാര്യം നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ഇപ്പോഴും ട്രാൻസ് വുമൺസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ട്രാൻസ് വുമൺ പബ്ലിക്കിൽ ഇറങ്ങുമ്പോഴത്തേക്കും ട്രാൻസ് വുമൺ തന്നെ ആണോ എന്ന് ആദ്യം ചിലവരിങ്ങനെ നോക്കും. ആണെങ്കിൽ തന്നെ അത് ജഡ്ജ് ചെയ്യാനായിട്ട് നിൽക്കും, നോട്ടം കൊണ്ട് ഇങ്ങനെയൊക്കെ നോക്കും. അങ്ങനെയൊക്കെ നോക്കുന്നവരുണ്ട്. ഇപ്പം എൻ്റെ ലൈഫിലാണെങ്കിൽ ഇപ്പം ആരെങ്കിലും ഇങ്ങനെ നോക്കി ചിരിക്കുവാണെങ്കിൽ ഞാൻ തിരിച്ചിരിക്കും. അത് കളിയാക്കി ചിരിയല്ല. ഇപ്പം അതാണ് എൻ്റെ ട്രാൻസിഷൻ ടൈമിൽ എനിക്ക് വന്ന കുറേ ചിന്തകളൊക്കെ ആയിരുന്നു. അത് തിരുത്തി തന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ ദൂരത്ത് നോക്കി ചിരിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി എൻ്റെ ഫോളോവറാണ്, എനിക്കറിയത്തില്ല. ഞാൻ മൈൻഡ് ചെയ്യാത്ത പോലെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് തൊട്ടിട്ട് താനെന്താണ് തിരിച്ചിരിക്കാത്ത? അപ്പം ഞാൻ ഓക്കെ എൻ്റെ ഒക്കെ ചിരിച്ചാണല്ലേ. അപ്പോഴാണ് പുള്ളിക്കാരി പറഞ്ഞ സംഭവമാണ്, ആരെങ്കിലും നമ്മൾ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ നെഗറ്റിവിറ്റിയിലൂടെ എടുക്കരുത്. ചിലപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിങ് കണ്ടിട്ടായിരിക്കും നോക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മേക്കപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തേക്കുന്ന ഹെയർ കണ്ടിട്ടായിരിക്കും നോക്കുന്നത്. അത് അഡ്മയറിങ് ആയിരിക്കാം. എല്ലാവരും നെഗറ്റീവ് ആവണമെന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം പോസിറ്റീവ് രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. സോ അത് ലൈഫിൽ ഒരു മോട്ടോ ആയിട്ട് കൊണ്ടുപോകുന്ന ആളാണ് ഞാൻ. നമ്മൾ തിരിച്ച് ചോദ്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തില്, അതായത് ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ സുഹൃത്തുക്കൾ ആരെങ്കിലും ഒരുപാട് പേർക്ക്, അതായത് പറഞ്ഞ കേരളത്തിൽ അതുണ്ട്. കേരളത്തിൽ ഇപ്പോഴും ഇപ്പോൾ എന്താ പറയുക, ഒരു ട്രാൻസ് വുമണോ ട്രാൻസ് മാനോ അല്ലെങ്കിൽ ഗേയായിട്ടുള്ളൊരു വ്യക്തി, ഗേയായിട്ടുള്ളവർക്ക് പിന്നെ അത്രയും പ്രശ്നമില്ല. ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് കിട്ടുമെന്നുള്ളത്. എഡ്യൂക്കേഷൻ എത്രത്തോളം ഉണ്ടെങ്കിലും കിട്ടാനായിട്ട് കേരളത്തിൽ ഇച്ചിരി ടഫാണ്. പക്ഷെ അതേസമയം നമ്മൾ ബാംഗ്ലൂർ, പൂനെ, ഹൈദരാബാദ് ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ എല്ലാ ഓഫീസിലും കമ്മ്യൂണിറ്റി ആൾക്കാരുണ്ട്. അവർക്ക് തന്നെ LGBTQ ആലയ ഉണ്ട്. ഇവിടെ എന്തുകൊണ്ട് ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ റാപ്പിഡോ എക്സാമ്പിളാണ് ഏറ്റവും പെർഫെക്റ്റ്. എനിക്ക് തോന്നുന്നു ഇനി അടുത്തൊരു ഒരു ജനറേഷൻ കൂടെ കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. കാരണം ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ തന്നെ എൻ്റെ നെഫ്യൂ നീസുണ്ട്, ചേച്ചിയുടെ കൊച്ചുങ്ങൾ. അവരുടെ അടുത്ത് ഞാൻ ഇന്ന് വരെ എന്നെ ഇങ്ങനെ വിളിക്കണം, എന്നെ ഇങ്ങനെ കാണണം ഒന്നും പറഞ്ഞിട്ടില്ല.
എൻ്റെ ട്രാൻസിഷൻ്റെ ഒപ്പം തന്നെ രണ്ടുപേരും ഒരു ദിവസം എൻ്റെ റൂമിലോട്ട് വന്നിട്ട് ചോദിച്ചതാണ്, ഞങ്ങൾ ഇനി എന്തെന്ന് വിളിക്കണം, ആൻറ്റി എന്ന് വിളിക്കണം. ഞാൻ പറഞ്ഞു ആൻറ്റിയോ വേണ്ട, തള്ള വൈബ് വേണ്ട, ഞാൻ പറഞ്ഞു നീ പേര് വിളിച്ചാൽ മതി. അപ്പോഴും അവർ എൻ്റെ പഴയ പേര് നിവേദെന്ന് വിളിച്ചില്ല, അപ്പം നിവീന്ന് വിളിക്കാം അല്ലേ, ഞാൻ ആ നിവീന്ന് വിളിച്ച. അതാണ് ഇപ്പം നെക്സ്റ്റ് ജെൻസി ജനറേഷൻ ആയിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. നമ്മുടെ ആ ഒരു തന്ത വൈബും തള്ള വൈബുള്ള ആൾക്കാരൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും സെറ്റ് ആയിക്കോളും. എനിക്കിത് ചോദിക്കുന്നത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ എന്താ പറയുക, യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെ രാത്രി കാലങ്ങളിൽ നമ്മൾ വഴിയരികിൽ ട്രാൻസ്ജെൻഡേഴ്സ് നിൽക്കുന്നതാണ്. അപ്പം അത്തരത്തിലൊരു കാര്യമുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള മോശം അപ്രോച്ച് ആളുകളുടെ അടുത്തുനിന്ന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇപ്പം എനിക്ക് തോന്നണ എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. ഒരു പ്രാവശ്യം അല്ല ഉണ്ടാവാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യപ്പെടുത്തില്ല ആരും വന്ന് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ ആ ഒരു ഈ മുഖമെങ്കിലും എവിടെയെങ്കിലൊക്കെ കണ്ടതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ എങ്ങനെ ക്യാരി ചെയ്യുന്നത് നമ്മളെ, ഇപ്പോൾ ഡ്രസ്സിങ് സ്റ്റൈലിലാണെങ്കിലും ഇപ്പം ഞാനൊരു വെസ്റ്റേൺ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ MG റോഡിൽ വല്ലതും പോയിട്ട് ചുമ്മാ നിൽക്കുവാണെങ്കിൽ ഓഫ്കോഴ്സ് ചിന്തകൾ മാറാം. ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ തുറിച്ചു നാട്ടങ്ങൾ നമ്മളോട് ആളുകൾ അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല, അത് ഇപ്പം ഞാൻ പറയാം, ഇപ്പം റീസെൻ്റ്ലി തന്നെ ഇപ്പം ഒരു KSRTC മുമ്പ് ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീ, ഒരു ലേഡി, ആ കുട്ടി ഒരു ഇൻഫ്ലുവൻസർ ആയിരുന്നു. ആ കുട്ടിയെ കയറി അറ്റാക്ക് ചെയ്തപ്പോൾ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പുരുഷാവകാശ കമ്മീഷൻ വരെ വന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മാലയിട്ട് ഇറക്കി. ഐ മീൻ, മനസ്സിലാക്കൂ എത്രത്തോളം കഴുതകളാണ് കേരളത്തിലുള്ളതെന്നുള്ളത്. എല്ലാവരും അല്ല, പക്ഷേ കാരണം അത് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഒരു പെണ്ണിനെ ബസ്സിൽ വെച്ച് പബ്ലിക്കലി മൊളസ്റ്റ് ചെയ്ത ഒരാളെയാണ് മാലയിട്ട് ഇറക്കിയത്. ആ സെയിം ആള് സെയിം KSRTC വെച്ചിട്ട് വേറൊരു സ്ത്രീയെ മൊളസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ വീണ്ടും പിടിക്കപ്പെട്ടു. അപ്പൊ ആ മാലയിട്ടവന്മാരെ എന്തായി പ്രൂവ് ചെയ്തു സർട്ടിഫൈഡ് കഴുതകളാണെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുള്ള ഈ കേരളത്തില് ട്രാൻസ് വുമൻസ് എന്നല്ല, ആണുങ്ങൾക്ക് പോലും സേഫ്റ്റി ഇല്ല. ഇപ്പൊ എന്താണ് നമ്മുടെ ഈ വീണ്ടും KSRTC സൗത്തില് ഈ മൂത്രപ്പെരയില് എത്രത്തോളം ട്രോമ അനുഭവിക്കുന്ന പുരുഷന്മാരുണ്ട്. ഡേ ടു ഡേ ലൈഫിൽ ട്രാവലിംഗ് ചെയ്യുന്ന സ്ത്രീകൾക്ക്, ട്രാവലിംഗും പോട്ടെ, നമ്മൾ ഡേ ടു ഡേ ജോബിലാണെങ്കിലും വർക്കിലാണെങ്കിലും എത്രത്തോളം പീഡനം അനുഭവിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അപ്പം അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ് വുമൻസിന് ബൈ ഡിഫോൾട്ട് അത് എഴുതി തന്നിരിക്കുന്ന പോലെ ട്രോമ കുറച്ച് കാലത്തേക്ക് ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ അതെങ്ങനെ ഡീൽ ചെയ്യുന്നതെന്നും പോലെ ഇരിക്കും. കാരണം എനിക്ക് ഇപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒന്നെങ്കിൽ ഷൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ കരഞ്ഞ് മാറാം. അതിലും ബ്രേവായിട്ട് ഇപ്പം ഞാൻ പറയാണ്, നിങ്ങൾ ചെയ്ത എത്രത്തോളം ഇതാണെന്ന് മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞ് അയാൾക്കൊരു ലെക്ചറും കൊടുക്കാം. അതിൽ എന്ത് ചൂസ് ചെയ്യുന്നു എന്ന് വെച്ചിരിക്കും. ഓഫ് കോഴ്സ് എന്താ പറയുക, ഒരു അനുഭവം എനിക്കുണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ചൊവ്വാഴ്ച പള്ളി സെയിൻറ്റ് ആൻ്റണീസിൻ്റെ നൊവേന കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോ ബുക്ക് ചെയ്തു. അപ്പോൾ അവിടുത്തെ ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു സിഗ്നലുണ്ട്. അപ്പോൾ അവിടെ ക്രോസ് ചെയ്യാൻ വേണ്ടി തന്നെ ആൾക്കാർ വെക്കുക. അപ്പോൾ വണ്ടി അവിടെ നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ അയാൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇച്ചിരി കയറ്റി നിർത്താം, അപ്പോൾ ഇച്ചിരി കയറി നിന്നോന്ന് പറഞ്ഞു. അതിന് കയറി നിന്നോന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്നപ്പോഴത്തേക്കും ഇതേപോലെ തന്നെ കുറേ വണ്ടികൾ ഇങ്ങനെ വന്നു. പക്ഷേ ഞങ്ങളാണെന്ന് കണ്ടപ്പോഴത്തേക്കും ഓക്കെ വലിയ മൈൻഡ് ചെയ്യാണ്ട് ഈ ചേച്ചി ഓക്കെ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയി. പക്ഷെ അത് വേറെ ട്രാൻസ് വുമൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഇൻഫ്ലുവൻസർ അല്ലാത്ത അല്ലെങ്കിൽ മുഖം ഒരിടത്തും കാണാത്ത ട്രാൻസ് വുമൻസ് ആണെങ്കിൽ ചിലപ്പോൾ അവർ പോയി ചോദിച്ചെന്നിരിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികരിക്കില്ല എന്ന് ഉള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കാലങ്ങളായിട്ടുള്ള കുറേ ടീമുണ്ടല്ലോ, ബുള്ളീസ് എന്ന് പറയുന്ന ടീം. പ്രതികരിക്കാത്ത ആൾക്കാരെല്ലാം പോയി ബുള്ളി ചെയ്യത്തുള്ളൂ. അതെന്തുകൊണ്ടാണ് ഇങ്ങോട്ടൊന്നും റെസ്പോൺസ് ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ അത് അനുഭവിച്ചങ്ങനെ ഇരിക്കുമെന്ന് ഉള്ള ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് അവർ ബുള്ളി ചെയ്യുന്നത്. എനിക്കങ്ങനെ അനുഭവങ്ങൾ പറയാനുണ്ടെങ്കിൽ ഇത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ, അല്ലാണ്ടൊന്നുമില്ല. അത് ഈ പറയുന്ന പോലെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ അതിനാപ്റ്റായിട്ടുള്ള ക്ലോതിങ് അല്ലെങ്കിൽ അതിനാപ്റ്റായിട്ടുള്ള മേക്കപ്പ്, ഇപ്പോൾ നമുക്കൊരു മരിപ്പിന് പോകുമ്പോൾ മേക്കപ്പ് ഒന്നും ഇട്ടിട്ട് പോകാനോ അല്ലെങ്കിൽ ഹാഷ് വാഷ് ആയിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അതിന് പറ്റിയ എന്തെങ്കിലും ഇപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യുക, നമ്മൾ ക്യാരി ചെയ്യുക, അത്രയൊക്കെ ഉള്ളൂ.
പിന്നെ ബാക്കിയുള്ളവരുടെ നമ്മൾ ഇപ്പോൾ ഒരു ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ മാത്രം ഡ്രൈവിംഗ് അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബാക്കിയുള്ളവർ ഡ്രൈവിംഗ് അറിയാണ്ട് ചുമ്മാ നമ്മളെ ഇടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. അതാണ് നമ്മുടെ വ്യൂ പോയിന്റ്സിലാണ് എല്ലാം ഇരിക്കുന്നത്. എനിക്കും എൻ്റെ വ്യൂ പോയിന്റ്സ് ഒക്കെ തകടം പറഞ്ഞ് നിന്ന സിറ്റുവേഷനൊക്കെ ഉണ്ട് ലൈഫിൽ. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 വയസ്സിലാണ് എല്ലാം ഇരിക്കുന്നത്. ഇപ്പം എല്ലാവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, കല്യാണമൊക്കെ കഴിക്കുമ്പോൾ 30 കഴിഞ്ഞിട്ട് എത്തുക. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കുറേ വ്യൂ പോയിന്റ്സ് ഒക്കെ ശരിയാവുന്നതും തോട്ട് പ്രോസസ്സൊക്കെ ശരിയാവുന്നതും 30 വയസ്സ് കഴിയുമ്പോഴാണ്. കുറേ ഇപ്പോഴും ഞാൻ എൻ്റെ 20കളിലെ മണ്ടത്തരങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ പൊന്നി വാഴ എന്നൊക്കെ തോന്നിപ്പോ. അപ്പോൾ കാരണം അതാണ് ഞാൻ ഇപ്പോഴത്തെ ലൈഫ്. ഈവൻ ഞാൻ സ്പെൻഡ് ചെയ്തേക്കുന്ന കുറേ മണിയൊക്കെ കുറിച്ച് ആലോചിക്കുക. എന്തിനാണ് ഞാൻ ഇത്രയും കാശൊക്കെ എറിഞ്ഞ് കളഞ്ഞ് അതൊക്കെ ഇപ്പോൾ കൂട്ടിയത്. ഞാൻ ഇപ്പം സ്പെൻഡ് ചെയ്ത പോലെ സ്പെൻഡ് ചെയ്തെങ്കിൽ ഞാനിപ്പോൾ വലിയ ലെവലിലൊക്കെ ഇരുന്നാലേ. പക്ഷേ നമ്മൾ ഓരോന്ന് ചെയ്തത് നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ 40കളിൽ എത്തുമ്പോഴത്തേക്കും ഞാൻ വിചാരിക്കും, ഞാൻ അത് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിച്ചിരിക്കുക. സോ ലൈഫ് ഇസ് going through a flow right now. അത് ഒരു ജേർണിയാണ്. ആ ജേർണിയിൽ കൂടെ പോകുമ്പോഴത്തേക്ക് നല്ല രസമാണ്. നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്. ഓഫ് കോഴ്സ് ഞാൻ എന്താ പറയുക, അങ്ങനെ ബുക്സ് അങ്ങനെയല്ല, ഞാൻ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കും. അത് എനിക്കൊന്ന് ഞാൻ ടി വിയിൽ ന്യൂസ് കാണുന്നത് വളരെ കുറവാണ്. അപ്പോൾ എൻ്റെ മമ്മി തന്നെ പറഞ്ഞിട്ട് തന്നേക്കുന്നൊരു സംഭവമാണ് ഡെയിലി ന്യൂസ് വായിക്കുക. ന്യൂസ് ഒരുപാട് ഇരുന്ന് വായിച്ചില്ലെങ്കിൽ മെയിൻലി ഹെഡ്ലൈൻസ് ഒക്കെ നോക്കി പോകും. ചരമക്കോളം മാറ്റി വെക്കും. എനിക്കെന്തോ ട്രോമ തരും. അപ്പോൾ അങ്ങനെ LGBTQ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അവർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് തോന്നിയിട്ടുള്ളത്? LGBTQIA+ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഉള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേറൊരാൾ നമ്മുടെ ലൈഫിൽ കയറി ചോദ്യം ചെയ്യുക, നമ്മളെ വിലയിരുത്തുക, അതിലൊക്കെയാണ്. അപ്പം അതിലും എനിക്ക് പറയാൻ പറ്റുന്ന ഏക പോംവഴി എന്ന് പറയുന്നത്, വേറെ ആർക്കും കയറി വന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമായി മാറരുത് നമ്മൾ. അതിലാണ് എനിക്കൊന്ന് ഞാനൊരു അച്ചീവ്മെൻറ്റ് നേടിയിരിക്കുന്നത്. ആർക്കും എൻ്റെ ലൈഫിൽ തോന്നുന്ന പോലെ കയറി വന്ന്, സോഷ്യൽ മീഡിയയിലൊക്കെ എന്തും ഉണ്ടാവാം, പേഴ്സണൽ ലൈഫിൽ ആർക്കും എൻ്റെ അടുത്ത് വന്ന് നിങ്ങളെന്തിനാണ് ഈ ജോലി ചെയ്യുന്നത്, നിങ്ങളെന്തിനാണ് ഈ ഡിഗ്രി എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെന്തിനാണ് ഇങ്ങനത്തെ ഡ്രസ്സസ് ധരിക്കുന്നത്, അങ്ങനെ ചോദിക്കാനായിട്ട് നമുക്ക് ആർക്കും ഒരു ഇടം കൊടുക്കരുത്. അപ്പോൾ ഇപ്പം ഞാൻ തന്നെ ഡിഗ്രിയിൽ BCom ആണ് ആദ്യം എടുത്തത്. 3rd ഇയറിലാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത് എൻ്റെ സംഭവമേ അല്ല. കാരണം ചേച്ചി പഠിച്ചതുകൊണ്ട് മമ്മിയും ഡാഡിയൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇത് മതിയോ, അപ്പം ഞാൻ ഓക്കെ ഇത് മതി. അപ്പം ഞാനും വിചാരിക്കണം ഓക്കെ എൻ്റെ ചേച്ചി ഇത്രയും സെറ്റായി. എൻ്റെ ചേച്ചി ഞാനും 10 ഇയേഴ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. പുള്ളിക്കാരത്തി ബുജിയായിരുന്നു. ഈ SSLCക്ക് ഡിസ്റ്റിങ്ഷൻ, BComൽ ഡിസ്റ്റിങ്ഷൻ, MComൽ ഡിസ്റ്റിങ്ഷൻ. അപ്പം മമ്മിയും ഡാഡിയൊക്കെ വിചാരിക്കുന്നു ഓക്കെ പുള്ളിക്കാരി നല്ല സെറ്റാണ്, അപ്പം ഈ ഫ്ലോയിൽ കൂടെ പോയാൽ ഇതാവും. അപ്പം എൻ്റെ അടുത്തും പറഞ്ഞ് മനസ്സിലാക്കി ഇത് കഴിഞ്ഞാൽ നിനക്ക് MCom പഠിക്കാം, MCom പഠിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ CA എടുക്കാം, അതെടുക്കാം, ഇത്. അപ്പം ഞാൻ ഓക്കെ നല്ലത്. പക്ഷേ ഞാൻ BCom ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്തപ്പോഴേ ഞാൻ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഫേമിൽ വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വർക്ക് നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവരിക, വീട്ടിലിരുന്ന് ഞാൻ വർക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ ദിസ് ഇസ് നോട്ട് വെയർ ഐ ബിലോങ്. പിന്നെ അത് ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തു. അതൊന്നും തന്നെ എനിക്ക് എന്താ പറയുക, ഓരോ ചാപ്റ്റർ പഠിക്കാൻ കൊതി, ഓരോ ഇയർ കഴിയുന്തോറും എനിക്ക് കൂടുതൽ എക്സൈറ്റഡ് ആണ്. അപ്പം ഇഷ്ടമുള്ള സാധനമാണ് പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്താ പറയുക, ആ ഒരു ഡിഗ്രി എനിക്ക് നല്ല രീതിയിൽ പോയി. ഇഷ്ടമുള്ള ജോബ് ഞാൻ ചൂസ് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ജോബ് സ്വിച്ച് ചെയ്തു. ഞാൻ ജോബ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫ്രണ്ട് ഓഫീസ് മാനേജറായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇത് എന്താണ് MNCയിൽ പോയി, പിന്നെ ബാങ്കിൽ പോയി, പിന്നെ HR ആയി, ഇപ്പം വീണ്ടും ബാങ്കിങ്ങിലോട്ട് വന്നു. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ബ്രേക്ക് എടുത്ത് ഒരു മൂവിയിൽ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തു, ഒരു മൂവിയിൽ വോയിസ് ഓവർ ചെയ്തു. മോഡലിങ്ങിൽ ഫുൾ ഫ്ലെഡ്ജ് പോയി. ഒരു 1.5 ഇയേഴ്സ് ഞാൻ മോഡലിങ്ങിൽ തന്നെ കരിയർ നല്ല രീതിയിൽ അക്കംപ്ലിഷ് ചെയ്തു. ഒരു ബൊട്ടീക്കിൻ്റെ ഫേസായി. പിന്നെ ഈ പറയുന്ന പോലെ ടെഡ് ടോക്ക്, അത് ഫുൾ ഫ്ലെഡ്ജ് ഞാൻ എക്സ്പ്ലോർ ചെയ്തു. ആൻഡ് നൗ ഐ ആം അറ്റ് എ പോയിന്റ്. ഇപ്പം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കും എങ്ങനെയാണ് ജോബ് ചൂസ് ചെയ്യുന്നത്, ഞാൻ എന്ത് പഠിക്കണം, ഞാൻ എന്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന ലെവൽ. അത് എനിക്കിപ്പോഴും ആരുടെ അടുത്തും പറയാൻ എനിക്കറിയത്തില്ല. അതെല്ലാവരും സ്വയം ചൂസ് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ മൾട്ടിപ്പിൾ പ്രൊഫഷൻ ചൂസ് ചെയ്ത് ഞാൻ തിരിച്ച് ബാങ്കിങ്ങിലോട്ട് തന്നെ എത്തി. അപ്പോൾ അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ആർക്കും നമ്മുടെ ലൈഫിൽ കയറി ക്വസ്റ്റ്യൻ ചെയ്ത് കൊടുക്കാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വയം ക്വസ്റ്റ്യൻ ചെയ്യാം. അതായത് എന്തിലെങ്കിലും കൺഫ്യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ
അല്ലാണ്ട് മറ്റൊരാളെയും നമ്മുടെ ലൈഫിൽ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് കൊടുക്കരുത്. അപ്പോൾ എനിക്കൊന്ന് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, കമ്മ്യൂണിറ്റിയിലുള്ളവർ സഹിക്കുന്ന മെയിൻ ഇഷ്യൂ ഇതാണ്. വേറൊരാൾ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആർക്കെങ്കിലും എടുത്തേക്കുന്ന ഡിസിഷനിൽ ഡബിൾ തോട്ട്സ് വന്നേക്കാം, അല്ലെങ്കിൽ അവർ പോകുന്ന ജേണിയിൽ കുറച്ചും കൂടെ ഒരൊറ്റ ക്വസ്റ്റ്യൻ മതി നമുക്ക് ലൈഫ് ത്രൂ ഒരു ട്രോമ തരാനായിട്ട്. സോ ഈ സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പറ്റാത്ത കുട്ടികൾ അല്ലെങ്കിൽ ആളുകൾ നമുക്ക് ചുറ്റും ഇപ്പോഴും ഉണ്ടാവുമല്ലോ, അപ്പം അവരോട് എന്താണ് പറയാനുള്ളത്? അതാണ് ഇപ്പോൾ ഓക്കെ, റീസെൻ്റ്ലി ഞാനൊരു കമൻറ്റ് കണ്ടതാണ്, നിങ്ങൾക്കിഷ്ടമുള്ള പോലെ ജീവിക്കാം, നിങ്ങൾ ആരുടെയും മേലെ അടിച്ചേൽപ്പിക്കരുതെന്ന്. ഞാൻ ഒരിടത്തും ആരോടും ട്രാൻസ് ആകൂ അല്ലെങ്കിൽ ഗേ ആകൂ, കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യൂ, ഞാൻ ആരുടെ അടുത്തും പറയത്തില്ല. ഞാൻ എൻ്റെ ലൈഫ് നോക്കി പോകുന്നു, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നോക്കി പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ നോക്കിയത് കൊണ്ടാണ് ഐ മീൻ എൻ്റെ ലൈഫിൽ എനിക്ക് പ്രശ്നമില്ലാത്ത സ്വന്തം കാര്യം നോക്കി പോകുന്നു, ബാക്കിയുള്ളവർ സ്വന്തം കാര്യം നോക്കി പോയി കഴിഞ്ഞാൽ ദാറ്റ്സ് ഇറ്റ്. ഞാൻ ചോദിച്ചത് നമ്മുടെ ഇപ്പം എനിക്ക് തോന്നുകയാണ് ഞാൻ ഇതല്ല എൻ്റെ സ്വത്തം, എൻ്റെ ഐഡന്റിറ്റി ഇതല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പക്ഷെ എനിക്ക് പറയാൻ പേടിയായിരിക്കും. അതാണ്. അപ്പോൾ ആ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, കുറച്ച് വളരുക. ഐ മീൻ ചെറുപ്പത്തിലെ ഇപ്പം ഞാനാണെങ്കിലും ഇപ്പം ബാക്ക് ടു എനിക്ക് ടൈം ട്രാവൽ ചെയ്ത് ചെറുപ്പത്തിലോട്ട് പോകാൻ പറ്റുമെങ്കിലും ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ എന്നോട് ഞാൻ പറയത്തില്ല നീ ഭാവിയിൽ ഇതാകും അപ്പോൾ ഇത് കോൺസെൻട്രേറ്റ് ചെയ്തു, ഞാൻ പറയത്തില്ല. ഗോ വിത്ത് ദ ഫ്ലോ. കാരണം എടുത്തേക്കുന്ന ഡെസിഷൻ റൈറ്റ് ആണോ എന്നുള്ളത് നമ്മുടെ ലൈഫിലുള്ള ഓരോ സിനാറിയോസും നമ്മുടെ മെൻറ്റൽ ഡെവലപ്മെൻറ്റും നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റും ഒക്കെ കൊണ്ടൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ട്രാൻസിഷൻ പ്രോപ്പറായത് തന്നെ 30 കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ കുട്ടികളോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ എന്നുള്ളത് നിങ്ങൾ ഇപ്പോഴേ ആലോചിച്ച് ടെൻഷനൊന്നും ആവാതെ കരിയറും ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ച് വളരുക. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ മനസ്സ് വളരും, അതിനൊപ്പം നിങ്ങളുടെ ശരീരം വളരും. അപ്പോൾ ആ ലെവലിൽ പോയാൽ മതി. അല്ലാണ്ട് ആരോടും ഞാൻ ഇന്നതാവും, ഇന്നത് സപ്പോർട്ട് ചെയ്യും, ഇന്നത് ഇതാക്കും, അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവണമെന്ന്. ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർ മാത്രമല്ല, ഇപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിലും എനിക്ക് വളരുമ്പോൾ ഒരു എൻജിനീയർ ആവണം എന്നും പറഞ്ഞ് വളരുന്ന കുട്ടികളുണ്ടാവും. എന്നാൽ അവർ എൻജിനീയർ ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കരിയർ സ്വിച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ചില സ്ത്രീകൾക്ക് എനിക്ക് നല്ലൊരു പുരുഷനെ കല്യാണം കഴിച്ച് ഒരു കുലസ്ത്രീയായി വളർന്ന് ഒരു നല്ല കൊച്ചുങ്ങളൊക്കെ ചോദിച്ച് ജീവിക്കണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന എത്രയോ ആൾക്കാർ ഡിവേഴ്സ് ആവുന്നു. അവർക്ക് നമ്മുടെ ആഗ്രഹവും നമ്മുടെ ജീവിതശൈലിയും ജീവിതത്തിൽ വരുന്ന സർക്കംസ്റ്റൻസസ് ഒക്കെ കൊണ്ട് ലൈഫുകൾ അപ്സൈഡ് ഡൗൺ മാറുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത് കരിയറും ഫ്യൂച്ചറും നല്ലതായിരിക്കണമെന്ന് പ്രാർത്ഥിച്ച് വളരുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലിരിപ്പും ജീവിതമൊക്കെ വെച്ചിരിക്കും. സോ നമ്മുടെ ഈ മാറ്റത്തിലൊപ്പം സമൂഹത്തിനൊരു പങ്കുണ്ടല്ലോ. അപ്പോൾ ഈ സമൂഹത്തിനോട് എന്താണ് പറയാനുള്ളത്? സ്വന്തം കാര്യം നോക്കി ജീവിക്കുക, അത്രയേ ഉള്ളൂ. ഐ മീൻ ഞാനിപ്പോൾ എത്രത്തോളം ഹാപ്പിയായിട്ട് സംസാരിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാത്ത ട്രോമയൊക്കെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ ട്രോമകൾ ഞാൻ എപ്പോഴും ഒരു ലെസനായിട്ട് കണ്ടുകൊണ്ട് മൂവ് ഓൺ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നല്ലൊരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത്. ജെൻസി എന്ന് പറയുന്ന ജനറേഷനെ എല്ലാവരും പുച്ഛത്തോടും കളിയാക്കിക്കൊണ്ടും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ജെൻസീസ് വളരുന്ന ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വന്നത്. കാരണം അങ്ങനെ ഒരു ചൈൽഡ്ഹുഡ് എനിക്കുണ്ടായിരുന്നെങ്കിലും ഒന്ന് ഓർത്ത് കുശുമ്പ് തോന്നുന്നുണ്ട് എനിക്ക്. കാരണം അത്രത്തോളം മെൻ്റലി ഭയങ്കര എന്താ പറയുക ഫ്രീഡമുള്ള ആൾക്കാരാണ് ജെൻസീസ്. അവരുടെ ലൈഫ് സ്റ്റൈലും എൻ്റെ ഞാൻ നെഫ്യൂവിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഗ്രാമത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ കുട്ടികളൊക്കെ ട്രാൻസിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിശയത്തോടെയൊക്കെ നോക്കും. കാരണം അവിടെ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ സിറ്റീസിലൊക്കെ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് എഡ്യൂക്കേഷൻ ഉണ്ട്, അവർ കണ്ട് വളരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. സോ സ്വന്തം കാര്യം നോക്കിക്കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും എൻ്റെ ചേച്ചിയുടെ കൊച്ചുങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്നത് ബാക്കിയുള്ളവരുടെയൊക്കെ വിട്, നിങ്ങളുടെ കാര്യം മാത്രം നോക്കി. ഇപ്പോൾ പഠിക്കാനായിട്ട് തന്നെ ഒരുപാട് പ്രഷർ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ നെഫ്യൂ ഇപ്പോൾ +1 അപ്പോൾ അവനെനിക്ക് 10th വെച്ച് എൻ്റെ അടുത്ത് ചോദിക്കും, നിവി ഞാൻ എന്താ പഠിക്കേണ്ടത്, എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ അപ്പോഴും ചോദിക്കും നിനക്ക് ഡോക്ടർ ആവണോ എഞ്ചിനീയർ ആവണോ എന്താണ് അപ്പോൾ അവനില്ല എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും നല്ല പ്രൊഫഷൻ ഓഫീസ് ജോബ് അങ്ങനെയൊക്കെ. പിന്നെ അവൻ അപ്പം നീ BCom കൺസിഡർ ചെയ്യും, പഠിക്കുന്ന ഞാൻ അപ്പോഴും പറയത്തില്ല, കൺസിഡർ ചെയ്യുന്നൊക്കെ പറയുള്ളൂ.
അപ്പോൾ ഞാൻ പറയും നിന്റെ ഫ്രണ്ട് അപ്പോൾ അവൻ പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് ഇതാ എടുക്കാൻ പോണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വിട് നീ നിന്റെ കാര്യം മാത്രം നോക്ക്, എല്ലാ കാര്യത്തിനും നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ല. അപ്പോൾ സൊസൈറ്റിയോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങളുടെ ആൾക്കാരെ സ്നേഹിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നും പോകണ്ട, നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ സന്തോഷമായിട്ടിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏതെങ്കിലും ഘട്ടത്തിൽ തെറാപ്പി എടുത്തിട്ടുണ്ടോ ഇത്തരം ഈസി ഇല്ല ഞാൻ എൻ്റെ സ്വന്തം തെറാപ്പിസ്റ്റാണ്. അതിപ്പോ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ല ഓരോ ലൈഫിൽ ഓരോ ഘട്ടം കൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മ ചെയ്ത മിസ്റ്റേക്സും ഞാൻ ഏറ്റവും വലിയ എക്സാമ്പിൾ എൻ്റെ പഴയ ഇന്റർവ്യൂ ഒക്കെ എടുത്തൊക്കെ ഞാൻ എൻ്റെ പൊന്നേന്ന് പറഞ്ഞിരിക്കും. ഞാൻ ഒരു ഇന്റർവ്യൂവിൽ ഇതേപോലെ തന്നെ എൻ്റെ അന്നൊരു ഷോ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വേറെ ഷോപ്പിംഗ് അത് ഇതൊക്കെ കഴിഞ്ഞ് ക്യാപ്പച്ചീനോ ബാക്ക് ടു ബാക്ക് കുടിച്ച് കഫേനിൽ ഹൈ ആയിരുന്നപ്പോൾ കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഇന്റർവ്യൂ ചെയ്തത്. അപ്പം ഞാൻ ക്യാമറയൊക്കെ മറന്ന് അവളോട് ഡയറക്റ്റ് സംസാരിക്കണ ഫുൾ ഫ്ലഡ്ജായിട്ട് ഇരുന്ന് ചിരിച്ച് കളിച്ച് പറയാ. അതൊക്കെ കഴിഞ്ഞ് സ്ക്രീനിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ പൊന്നേ, അപ്പോഴേ എനിക്ക് ഇത്രയും വലിയ ഇത് തോന്നിയിട്ടില്ല. ഇപ്പൊ ഞാൻ ആ ഇന്റർവ്യൂ ഉണ്ട്, ഞാൻ ഒന്നാമത്തെ എൻ്റെ ഒരു ഇന്റർവ്യൂ കാണാറില്ല. ഇന്റർവ്യൂ കൊടുത്തു തീർന്നു. ഇപ്പം ഞാൻ ഇന്ന് ഇന്റർവ്യൂവിന് ഇറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ സിസ്റ്ററുണ്ട് ഈവ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവൾ എന്നെ ദുബായിന്ന് വിളിച്ചിട്ടുണ്ട്, നിവി ഇന്റർവ്യൂ കൊടുക്കണോ? ഞാൻ ഇല്ലില്ല ഇപ്പം എനിക്ക് വെളിവുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഇപ്പം തെറാപ്പിസ്റ്റിനാണെങ്കിലും നമ്മൾ എന്തിനൊക്കെ തെറാപ്പിക്ക് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കൊണ്ട് പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് കുറവ്, അല്ലെങ്കിൽ അവർക്ക് ഒരു എക്സ്ട്രാ ഹെൽപ്പ് വേണം എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം എൻ്റെ കാര്യത്തിൽ ഇപ്പം ഞാൻ എൻ്റെ ശരീരത്തിലാണെങ്കിലും ഞാൻ യോഗ ട്രൈ ചെയ്തിട്ടുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്. അപ്പോൾ ഈ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു മസിൽ ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് പറയും നീ സ്ലീവ്ലെസ് ഒക്കെ ഇടാറുള്ളല്ലേ, അപ്പോൾ കയ്യിൽ ഇത് ശരിയാകത്തില്ല. ഞാൻ പറയുമോ, ഞാൻ ആരെയും ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയതല്ലേ, എൻ്റെ ലൈഫ് എനിക്ക് നല്ലൊരു ഫ്ലോയിൽ പോകണം, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം. അപ്പോൾ നമ്മളുടെ മെൻ്റലി മാത്രമല്ല നമ്മളുടെ അപ്പിയറൻസിലും നമ്മുടെ ബോഡിയിലും. ഇപ്പം ഞാൻ എല്ലാവരോടും എപ്പോഴും പറയാറുള്ളതാണ് കൊളസ്ട്രോൾ 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ തൈറോയിഡൊക്കെ എപ്പോഴും നോക്കണത്. ഞാനിപ്പോൾ 0 സൈസിലായിരിക്കുന്നത്. മുമ്പ് എനിക്ക് ഭയങ്കര വയറ് അങ്ങനെയൊക്കെ കുറേ ഇതൊക്കെ ഉണ്ട്. ഞാൻ പക്ഷെ അപ്പോഴും ആരും പറയുന്നത് നോക്കി എനിക്ക് സ്വയം തോന്നുമ്പോഴാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇപ്പം ഞാൻ ഫുള്ള് എക്സസൈസിൽ ഇതിലൊക്കെ പോയി. അപ്പോൾ എക്സസൈസ് ഇസ് ആക്ച്വലി ഗുഡ്. കാരണം നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ അത് നമ്മളെ മെൻ്റലിയും കൂടെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കും എപ്പോഴും. സോ എല്ലാവരുടെ അടുത്തും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് ഒക്കെ ചെയ്യുക, ബോഡിയൊക്കെ എപ്പോഴും ഫിറ്റാക്കി വെക്കുക, അന്ന് നമ്മൾ ഹാപ്പി ആയിരിക്കും. സോ അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് നിവേദ് ആന്റണി ആയിരുന്നു. വളരെ സന്തോഷം, വളരെ ഹാപ്പിയാണ് ഈ കോൺവെർസേഷൻ ഇവിടെ ഇപ്പോൾ അവസാനിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ലോട്ട്സ് ഓഫ് ലവ്.